ആ ചടങ്ങ് ദിവസം അവിടെ ഒരു അടിയന്തര യോഗമൊക്കെ കൂടിയിട്ട് ഒരു മണിയോട് കൂടിയാണ് അക്കരെ പ്രവേശിക്കുക. കഴിഞ്ഞ കുറച്ച് വർഷമായിട്ട് ആ ചടങ്ങിൽ ഞാൻ പങ്കെടുക്കാറുണ്ട്. ഈ വർഷവും പങ്കെടുത്തിരുന്നു. അപ്പൊ അതില് ആ ചടങ്ങ് നടക്കുന്ന അന്ന് രാവിലെ ഒരു രണ്ട് മൂന്ന് ആളുകൾ അവിടെ വന്ന് അവര് ദേവസ്വത്തിന്റെ ചില ആളുകളൊക്കെ കണ്ടിട്ട് അത് കർണാടകയിൽ നിന്ന് വരികയാണ് എന്നാണ് ഒരാൾ പറഞ്ഞത്. അതേ അവിടെ കർണാടകയിലുള്ള ഏതൊരു മിനിമം വേജസ് ബോർഡിന്റെ ചെയർമാനാണ് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിന്റെ ഒരു തറവാട് കൂത്തുപറമ്പ് കോട്ടയം കോയിൽ എന്ന് പറഞ്ഞ സ്ഥലത്തുണ്ട്. അവിടെ പൊന്നമ്പലത്ത് പാറപ്പുറം എന്ന് പറഞ്ഞൊരു ചടങ്ങ് ഒരു തറവാടുണ്ട്. ഞങ്ങളാണ് ഇവിടെ പൗരാണിക കാലത്തൊക്കെ ഈ ക്ഷേത്രത്തിലെ ഉത്സവത്തിലേക്ക് പോകുന്ന ആളുകൾക്ക് സഞ്ചരിക്കാനുള്ള ബാവലിക്കെട്ട് ഞങ്ങളാണ് കെട്ടിയിരുന്നത്. ഇപ്പൊ കുറച്ചു കാലമായിട്ട് ഞങ്ങളത് ചെയ്തിട്ടില്ല. ഞങ്ങൾക്കത് ചെയ്യണമെന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങളങ്ങനെ അവിടെ ഒന്ന് പ്രാർത്ഥിക്കാനൊക്കെ വന്നതാണ് എന്ന് പറയുണ്ടായി. അപ്പൊ അതിനുശേഷം അവര് ദേവസ്വത്തിനൊരു അപേക്ഷ കൊടുക്കുകയോ അല്ലെ ദേവസ്വത്തിന്റെ അനുമതി തേടുകയോ ഒന്നും ചെയ്യാതെ ചില ആളുകൾ ഈ ബാവലിക്കെട്ട് കെട്ടുന്ന മന്നഞ്ചേരിയിലെ സ്ഥലത്ത് പോയി ഒരു 1-2 കല്ലൊക്കെ അവിടെ എടുത്തിട്ടിട്ട് അവരത് ബോധപൂർവം തന്നെ ചില യൂട്യൂബർമാരെയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഫോട്ടോ എടുത്ത് വീഡിയോ എടുത്ത് വ്യാപകമായി പ്രചരിപ്പിക്കുകയാണ്. അങ്ങനെ ഒരു പ്രചരണം വ്യാപകമായി നടന്നതിനെ തുടർന്ന് ഇതിന്റെ നിജസ്ഥിതി എന്താണ് എന്നറിയാൻ വേണ്ടി ഞങ്ങൾ ദേവസ്വം ബോർഡിനെയും അതുപോലെ തന്നെ അവിടുത്തെ ട്രസ്റ്റി ബോർഡ് അംഗങ്ങളെയും ഇപ്പോഴത്തെ ട്രസ്റ്റി ബോർഡ് ചെയർമാൻ ശ്രീ നാരായണൻ അവർ അദ്ദേഹത്തൊക്കെ ബന്ധപ്പെട്ടു. അപ്പൊ അവരിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് ഇങ്ങനെ ഒരു ചടങ്ങ് ഒരു കാലത്തും ഇവിടെ നടന്നിട്ടില്ല. അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന് ഇപ്പോഴത്തെ ചെയർമാൻ 80 വയസ്സുണ്ട്, 82 വയസ്സുണ്ട്. അദ്ദേഹത്തിന്റെ ഓർമ്മയിൽ ഇങ്ങനെ ഒരു ചടങ്ങ് നടന്നിട്ടില്ല. അദ്ദേഹം ചെറുതായിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പൂർവ്വന്മാരൊക്കെ ആ 4 തറവാട്ടുകാരാണ് ഈ ഇതിന്റെ ട്രസ്റ്റ് ബോർഡ് പാരമ്പര്യ ട്രസ്റ്റുമാർ. അവരുടെ ആരുടെ ഓർമ്മയിൽ ഇങ്ങനൊരു ചടങ്ങ് നടന്നില്ല. കൊട്ടിയൂരിലോ അല്ലെ പരിസരത്തോ ചിട്ടയായ ആചാരങ്ങൾ നടക്കുന്ന അവിടെയുള്ള ആർക്കും ഇങ്ങനൊരു ചടങ്ങ് അറിയില്ല. അപ്പൊ അതുകൊണ്ട് ഇത് ആർക്കും അറിയാത്ത ഈ ഒരു കാര്യം പെട്ടെന്ന് കുറച്ച് ആളുകൾ വന്ന് അങ്ങനെ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അത് നിഷ്കളങ്കമോ സ്വദേശപൂർണമോ അല്ല എന്ന ഒരു അഭിപ്രായം പൊതുവെ ആളുകൾക്കിടയിലുണ്ടായി. അപ്പൊ അതിനെക്കുറിച്ചുള്ള അന്വേഷണങ്ങളൊക്കെ നടന്നു. അപ്പൊ അതിൽ നിന്ന് വ്യക്തമായ ഒരു കാര്യം, ഇതിന്റെ പിന്നിൽ ദുരുദ്ദേശങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. ആ ദുരുദ്ദേശങ്ങൾ ഒരു കാര്യം, കൊട്ടിയൂർ ക്ഷേത്രത്തിൽ 10,000-കണക്കിന് ആളുകൾ വർഷങ്ങളായി അവിടെ ദർശനം നടത്താറുണ്ട്. 10-28 ദിവസമാണ് ഉത്സവം നടക്കുന്നത്. എല്ലാ ദിവസവും നല്ല ഭക്തജന തിരക്കുണ്ടാവാറുണ്ട്, എല്ലാം ശരിയാണ്. പക്ഷെ കഴിഞ്ഞ 1-2 വർഷമായി കർണാടക സംസ്ഥാനത്ത് നിന്ന് 10,000-കണക്കിന് ആളുകൾ കൊട്ടിയൂരിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വർഷവും ഈ നേരെഴുന്നള്ളത്തായ സുഖം, അന്ന് സാധാരണ മലയാളികളായിട്ടുള്ള ആളുകൾ പോലും ഈ നേരെഴുന്നള്ളത്തിന് ആരും വരാറില്ല. പക്ഷെ അന്നും 100-600 ആളുകൾ കർണാടകയിൽ നിന്ന് വന്നിരുന്നു. ഇപ്പോഴും ഇന്നിപ്പം കുട്ടികൾ വിളിച്ചപ്പോൾ ശബരിമലയുടെ കാര്യമൊക്കെ പറഞ്ഞ പോലെ മലയാളികളെക്കാൾ കൂടുതൽ കർണാടകയിൽ നിന്ന് ആളുകൾ ഉണ്ട്, ഭക്തന്മാരുണ്ട്. നല്ലതാണ്, സ്വാഗതം ചെയ്യപ്പെടേണ്ട ഒരു കാര്യമാണ്. പക്ഷെ കർണാടകയിൽ നിന്ന് ഇതുപോലെ ആയിരക്കണക്കിന് ആളുകൾ കൊട്ടിയൂരിലേക്ക് വരുന്നു എന്നൊരു സാഹചര്യത്തെ ഉപയോഗപ്പെടുത്താനോ അല്ലെങ്കിൽ അതിനെ മുതലെടുക്കാനോ ഉള്ള ദുരുദ്ദേശമാണോ ഇതിന് പുറകിലുള്ളതെന്ന് സംശയിക്കേണ്ടി. കാരണം അത് കൊട്ടിയൂരിൽ 64 സമുദായങ്ങൾക്കാണ്, ഹിന്ദു സമൂഹത്തിലെ 64 വിഭാഗങ്ങൾക്കാണ് കൊട്ടിയൂരിലുള്ള അവകാശം. അതിൽ ഒരു വിഭാഗം അല്ല ഒരു സ്ഥാനം അത് കൊട്ടിയൂരുള്ള ഭഗവതിയാണ്. ആ ഭഗവതിയെ അവിടത്തേക്ക് ഉപചാരം ചൊല്ലി സ്വീകരിച്ചു കൊണ്ടുപോകണമെന്നുണ്ട്. ബാക്കി 63 സ്ഥാനത്തിലുള്ള ഈ അവകാശികളെയും വിവരം അറിയിക്കില്ല, അവരെ ക്ഷണിക്കില്ല, അവരോട് പറയില്ല. ഓരോ സമുദായത്തിൽപ്പെട്ട ആളുകളും അവരവരുടെ ഡ്യൂട്ടി അല്ലെങ്കിൽ അവരുടെ ധർമ്മം നിർവഹിക്കാൻ വേണ്ടി സ്വമേധയാ അങ്ങോട്ടേക്ക് പോവാണ്. ഓരോ സമുദായത്തിനും ഓരോന്ന്. ഉദാഹരണത്തിന് നാളെ ഇളനീരാട്ടമാണ്, തീയ സമുദായമാണ്. ആ തീയ സമുദായത്തിൽപ്പെട്ട ഒരു കുടുംബം, ആ കുടുംബത്തിന് അതിന്റെ ഉത്തരവാദിത്വമുണ്ട് ഇളനീർ അവിടെ എത്തിക്കാൻ. ഇപ്പൊ നായർ സമുദായമാണ്, അവര് നെയ്യ് അവിടെ എത്തിക്കണം. ഒരു കുടുംബത്തിന് അതിന് അവകാശമുണ്ട്. പക്ഷേ ആ കുടുംബത്തിന്റെ കൂടെ ആ സമുദായത്തിൽപ്പെട്ടവരെല്ലാവരും നെയ്യ് ഇട്ടു,
അല്ലെങ്കിൽ ആ സമുദായത്തിൽപ്പെട്ടവരെല്ലാവരും ഇളനീരായിട്ട് പോകും. അങ്ങനെ ഓരോ സമുദായത്തിനും വിളക്ക് തിരി എത്തിക്കാനുണ്ട്, അതുപോലെ തന്നെ എണ്ണ എത്തിക്കാനുണ്ട്. അങ്ങനെ ഓരോ സമുദായത്തിനും അവിടെ ആ ക്ഷേത്രത്തിൽ ഉത്സവം നടത്താനുള്ള ഉത്തരവാദിത്വമുണ്ട്, അവകാശമുണ്ട്. പക്ഷെ അതിലെവിടെയും ഇങ്ങനെ ഒരു കാര്യം, ഈ ബാവലിക്കെട്ട് എന്ന് പറഞ്ഞൊരു കാര്യം ഏതെങ്കിലും ഒരു വിഭാഗത്തെ, അതായത് ഹിന്ദുക്കളല്ലാത്തൊരു വിഭാഗത്തെ അത്തരം ഒരു ഉത്തരവാദിത്വം ഏൽപ്പിച്ചതായി എവിടെയും രേഖകളോ പൂർവികമായ അറിവോ അങ്ങനെ ഒരു കാര്യമില്ല. അങ്ങനെയുള്ള ഒരു കാര്യം ഇപ്പൊ പെട്ടെന്ന് ഒരു അവകാശവാദവുമായി വന്ന് വളരെ സൗഹാർദ്ദപരമായി അതുപോലെ തന്നെ സമാധാനപരമായി നടക്കുന്ന കൊട്ടിയൂരിലെ ഈ വൈശാഖ മഹോത്സവത്തിന്റെ ആരംഭ ദിവസം തന്നെ അവിടെ വന്ന് കുറച്ചാളുകൾ ഇത്തരമൊരു കാര്യം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് പൂർവികമായി ഞങ്ങൾക്ക് അവകാശം ഉണ്ടായിരുന്നു, കുറച്ചു കാലമായിട്ട് ഞങ്ങൾ ചെയ്യാത്തതാണ്. ഇപ്പൊ ഞങ്ങൾക്ക് കണ്ണാറങ്ങരയിലെ ഏതോ ഒരു സിദ്ധൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ കുടുംബം പണ്ട് ഇങ്ങനെ ചെയ്തിരുന്നു, അത് ചെയ്യാത്തതിന്റെ ദോഷമാണ് നിങ്ങൾക്ക് എന്നൊക്കെ അവിടുത്തെ ആളുകളോട് പറഞ്ഞ് അവരുടെ അനുവാദമില്ലാതെ സമ്മതമില്ലാതെ, അവിടെ ദേവസ്വം ബോർഡുണ്ട്, അവിടുത്തെ പാരമ്പര്യ ട്രസ്റ്റിമാരുണ്ട്, ക്ഷേത്രത്തിന്റെ സംവിധാനങ്ങളുണ്ട്, അവരുടെയൊന്നും അനുവാദമില്ലാതെ ബാവലിയിൽ പോയി ഇങ്ങനെ ഒരു ചടങ്ങ് നടത്തുകയും അതിനെ വ്യാപകമായി പ്രചരിപ്പിക്കും. അതിനെ ചരിത്രകാരന്മാരെന്നൊക്കെ പറയുന്ന ചില ആളുകളെ കൂട്ടി അതിനൊരു ആധികാരികത ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടത്തി. ഇങ്ങനെ ചെയ്തത് കൃത്യമായ ദുരുദ്ദേശത്തോടു കൂടിയാണ് എന്ന് ഞങ്ങൾ സംശയിക്കുകയാണ്.